ഓരോ സീസൺ കഴിയും തോറും ബിഗ് ബോസ് ഹൗസിനുള്ളിൽ അൺകംഫർട്ടബിൾ ആരോപണങ്ങൾ കൂടി വരികയാണ്. എന്തോന്ന് നിലവാരമാണ് ഇവർക്കുള്ളത്. സീരിയസ്ലി ശരിക്കും പറഞ്ഞ ഈ ജാൻമണിയുടെ ഒരു ഇന്റർവ്യൂ വൈറലായല്ലോ. അതായത് സെലക്ഷൻ നല്ലതാണോ, ഈ വർഷം സെലക്ഷൻ നല്ലതാണോ, സീരിയസ്ലി ചോദിക്കുകയാണ്. സെലക്ഷൻ നല്ലതാണോ? കോമളറിന്റെ സെലക്ഷൻ മാത്രം നന്നായിട്ട് വേണമെങ്കിൽ പറയാം, ബാക്കിയുള്ളതിന്റെ ഒക്കെ സെലക്ഷൻ നല്ലതാണോ? എന്തോന്ന് സീസൺ, എന്തോന്ന് ഇവര് കാണിച്ചു കൂട്ടുന്നത്. ഒന്ന് തീർന്നപ്പോ ഒരു അൺകംഫർട്ടബിൾ ആരോപണം തീർന്നപ്പോ രണ്ട് അൺകംഫർട്ടബിൾ ആരോപണം വേറെ. എന്താണ് ഇന്നത്തെ എപ്പിസോഡിൽ നടന്നത്? ഇത് നോമിനേഷൻ ഡേ ആയിരുന്നു, ക്യാപ്റ്റൻസി ടാസ്ക് ഉണ്ടായിരുന്നു, എല്ലാം നമുക്ക് ഡിസ്കസ് ചെയ്യാം, റിവ്യൂ ചെയ്യാം. സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക, ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്ത് തരിക. വലുതായിട്ട് ഡീപ്പായിട്ട് ബാക്കി നടന്ന കാര്യങ്ങളൊന്നും പറയാനില്ല. വലിയ റിവ്യൂ ആയിട്ട് പറയാനൊന്നായിട്ട് ഒന്നുമില്ല. മെയിൻ ആയിട്ട് നടന്നത് 1 2 3 4 കാര്യങ്ങളാണ്. ഒന്നെന്ന് പറയുന്നത് ഇന്നലത്തെ നമ്മൾ കണ്ടതിന്റെ ബാക്കി പത്രം, അതായത് റെന ആര്യൻ ഇഷ്യൂവിന്റെ ബാക്കി പത്രം. രണ്ടെന്ന് പറയുന്ന ക്യാപ്റ്റൻസി ടാസ്ക്, നോമിനേഷൻ. ഇതിനിടയ്ക്ക് നെവിനും ഷാനവാസും തമ്മിലൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടായി, അതിന്റെ പേരിലുണ്ടായിട്ടുള്ള നോമിനേഷനിൽ വന്നതും പിന്നീടുണ്ടായ അൺകംഫർട്ടബിൾ ആരോപണം. അപ്പോ നമുക്ക് പറഞ്ഞു തുടങ്ങാം. അപ്പൊ ആദ്യം തന്നെ നമ്മുടെ തിരുമല മുരുകനിക്ക് ആ പാട്ടാണ് നമ്മുടെ മോർണിംഗ് സോങ് ആയിട്ട് ഇടുന്നത്. ഞാൻ ഓർക്കുകയായിരുന്നു ഈ പാട്ട് എന്തുകൊണ്ട് മോർണിംഗ് സോങ് ആയിട്ട് വന്നില്ല എന്ന് ഓർത്തോണ്ടിരിക്കുകയാണ്. ഇനി 50ാമത്തെ ദിവസം വരെ ഇടാനാണോ എന്ന് അറിഞ്ഞുകൊണ്ട് എന്തുകൊണ്ട് വന്നില്ലെന്ന് ഓർത്തോണ്ടിരിക്കുകയാണ്. അപ്പം ഇന്ന് ആ പാട്ട് വന്നിരിക്കുകയാണ്, കാരണം ലാലേട്ടൻ ഏറ്റവും സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള പാട്ടാണ്. ആൻഡ് അതിനുശേഷം നമ്മുടെ റെന പോയിട്ട് ആര്യനോട് സംസാരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ഇന്നലെ രണ്ടുപേരുടെ ഭാഗത്ത് തെറ്റുണ്ട്. അതായത് ഇവിടെ റെന വണ്ണിയായിട്ട് പോയിട്ട് ബെഡിൽ കിടന്നതാണ്, ആര്യന്റെ ബെഡിൽ ചാടി കിടന്നതാണ്. അവൻ ആര്യൻ എന്ത് ചെയ്തു? ആര്യനാണെങ്കിൽ തിരിച്ച് റെനയുടെ പുറത്ത് കയറി കിടന്നില്ല, റെനെ ടച്ച് ചെയ്തിട്ടുമില്ല. അതിലൊന്നും അല്ല പ്രശ്നം. അങ്ങനെ കിടക്കാൻ പോയപ്പം എന്ത് ചെയ്തു? റെന ഷോക്ക്ഡായി എണീച്ചു. അപ്പം അതെന്ത് ചെയ്തു? അത് ആര്യനോട് പറഞ്ഞു തീർക്കാൻ വേണ്ടിച്ച് റെന പോയി. ശരി, അത് വലിയ പ്രശ്നമാക്കാൻ താല്പര്യമില്ല. ബിന്നിയോട് മാത്രമല്ലേ ഇന്നലെ പറഞ്ഞുള്ളൂ. അങ്ങനെ വലിയ പ്രശ്നമാക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞുകൊണ്ട് റെന എന്ത് ചെയ്തു? റെന നേരെ ആര്യന്റെ അടുത്ത് സംസാരിക്കാൻ പോയി. ആര്യന്റെ അടുത്ത് സംസാരിക്കാൻ പോയിട്ട് ആര്യൻ എന്ത് ചെയ്തു? ആര്യനാണ് ഇതിനെ സീരിയസ്ലി ആര്യനാണ് ഏറ്റവും കൂടുതൽ വലുതാക്കിയത്. നീ എന്താ മസ്താനിയുടെ കാർഡ് ഇറക്കാണോ, മസ്താനിക്ക് പഠിക്കണോ എന്ന് പറഞ്ഞ് ആര്യനാണ് ഇത് എന്ത് ചെയ്തു? ഇതാ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കാൻ നോക്കിയത് ആര്യനാണ്. ആര്യൻ ശരിക്കും പറഞ്ഞാൽ ആര്യൻ ഒരു മണ്ടനാണെന്ന് ഇവർക്ക് അറിഞ്ഞൂടെ, റെനയ്ക്ക് അറിഞ്ഞൂടെ? ആര്യൻ സമ്മതിച്ചു തരുന്ന റെനയ്ക്ക് അറിഞ്ഞൂടെ? എന്തായാലും ആര്യനെക്കാളും ബുദ്ധിയുണ്ട് റെനയ്ക്ക്. സീരിയസ്ലി 23 വയസ്സായ ആര്യനേക്കാളും മെച്ചൂർഡാണ് ബുദ്ധിയുണ്ട് റെനയ്ക്ക്. അപ്പൊ റെനയ്ക്ക് അറിഞ്ഞൂടെ ഇത് ഇവ സമ്മതിച്ചു തരില്ലെന്ന്? കാരണം ജിസയിലും ആര്യനും ഒരു അകൽച്ച അല്ല, ഇവരെ ഓങ്ങി വെച്ചിരിക്കുകയാണ്. അത് റെനയും ബിന്നിയെ ഓങ്ങി വെച്ചിരിക്കുകയാണ്. ജിസയിലും ആര്യനും കൂടെ കഴിഞ്ഞ ആഴ്ച മുതൽ ഓങ്ങി വെച്ചിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ബേസാണ് ഇന്ന് അവൻ കാണിച്ചത്, ആര്യൻ കാണിച്ചത്. സീരിയസ്ലി എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. കാര്യം ആര്യൻ, ഒന്നാമത്തെ കാര്യം ആര്യൻ ഒരു മണ്ടനാണ്. ആര്യൻ ഇമ്മച്ചുവേർഡ് ആണ്. ആര്യന് ബുദ്ധിപൂർവ്വം ഗെയിം കളിക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ് ആര്യനില്ല. ആര്യനൊരു ബിബി മെറ്റീരിയലിനെ അല്ല, ടാസ്ക് മാത്രം എന്തെങ്കിലും കാട്ടിക്കൂട്ടുന്നല്ലാതെ ആര്യനെ കൊണ്ട് ഒരു വൈകിയും കൊള്ളത്തില്ല. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ അവനോട് പോയി പറഞ്ഞ അവൻ സമ്മതിച്ചിരുന്ന എനിക്ക് തോന്നുന്നുണ്ടോ? എന്നിട്ട് റെന പോയിട്ട് പിന്നെ റെനയ്ക്ക് അത് ട്രിഗറായി, മസ്താനിക്ക് പഠിക്കില്ല, അത് ട്രിഗറായിട്ട് റെന അവിടെ പ്രശ്നം ഉണ്ടായി. വീട്ടുകാരെല്ലാരും സംഭവം പറഞ്ഞു. ഇതിനിടയ്ക്ക് നമ്മളെ ബിന്നി ഇത്തിരി ചെറിയൊരു കുത്തിത്തിരിപ്പൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ബിന്നി അവിടെ റെനയ്ക്ക് സമ്മതമില്ലെങ്കിൽ ബിന്നി അവിടെ ചെറുതായിട്ട് സ്ക്രീൻ സ്പേസ് വേണ്ടേ, അപ്പൊ അതിനൊക്കെ ബിന്നി അവിടെ കിടന്ന് നോക്കുന്നുണ്ട്. അങ്ങനെ അതിന്റെ പേരിൽ അവിടെ വഴക്കുണ്ടാവുകയാണ്. റെന ഭയങ്കരമായിട്ട് റെന നന്നായിട്ട് പൊട്ടിക്കരയുന്നുണ്ട്. അപ്പൊ എല്ലാരും കാര്യം അറിയുന്നുണ്ട്. അങ്ങനെ അവിടെ ആര്യന്റെ എക്സ്പ്ലനേഷൻ വേറെ, റെനയുടെ എക്സ്പ്ലനേഷൻ വരെ. റെന അവിടെ പറയുന്നുണ്ട്, എനിക്ക് പേഴ്സണലി എനിക്ക് ഷോക്കായി പോയി. അപ്പം അത് ഞാൻ അവനോട് പറഞ്ഞു തീർക്കാൻ പോയതാ. എനിക്ക് അതൊന്നും അല്ല പ്രശ്നം. അപ്പൊ അതിനോട് ഞാൻ പറഞ്ഞു തീർക്കാൻ പോയതാ, വേറെ ആരും അറിയാതെ പറഞ്ഞു തീർക്കാൻ പോയതാ. പക്ഷെ ഇവൻ എന്ത് ചെയ്തു? ഇവനാണ് ഇത്രയും പ്രശ്നം ഉണ്ടാക്കി, എന്നെ മസ്താനി വെച്ച് കമ്പയർ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് റെനയ്ക്ക് ഇത്രയും ഫീൽ ആയത്. അങ്ങനെയാണ് ഈ കാര്യങ്ങളെല്ലാം ബ്ലാസ്റ്റ് ആയി പോയത്, പൊട്ടിത്തെറിച്ചു പോയത്. അങ്ങനെയാണ് എന്തായത്? ഈ ഒരു പ്രശ്നം എല്ലാരും അറിഞ്ഞത്. അപ്പം ശരിക്കും എന്നിട്ട് അക്ബറെല്ലാം പോയി പറയുന്നത്, എടാ നീ തൊട്ടിച്ചില്ലെന്ന് തന്നെയാണ് അവള് പറയുന്നത്. പിന്നെ നീ പോയിട്ട് അവിടെ എന്ത് ചെയ്യാണ്? അവൾക്ക് ഇനി മസ്താനിയെ പറ്റി എന്തിനാ കമ്പയർ ചെയ്തത്? അവൾ പറഞ്ഞു തീർക്കാൻ വന്നേല്ലേ എന്നൊക്കെ പറഞ്ഞു. ഇത് ഇവനാണെങ്കിൽ ഞാൻ ടച്ച് ചെയ്തിട്ടില്ല, ആരെയാണെങ്കിൽ ഞാൻ ടച്ച് ചെയ്തിട്ടില്ല, ഞാൻ എന്തിനു സോറി പറയണം. ഇതിന് കൂട്ടായിട്ട് ജിസയിലാണെങ്കിൽ ഇതിന് കൂട്ടായിട്ട് നിൽക്കണം. വേറെ ആരും കൂട്ടുവെക്കുന്നില്ല.
ഇതിന് കൂട്ടായിട്ട് ജിസയിൽ നിൽക്കുന്നുണ്ട്. ആര്യനെ സപ്പോർട്ട് ചെയ്ത് ആര്യനെ പൊക്കി പറഞ്ഞ് ജിസയിൽ നിൽക്കണം. എന്നിട്ട് ഞാൻ അവനോട് പോയി പറയട്ടെ, ഞാൻ സോറി പറയാൻ പറയട്ടെ, റെനയോട് പറയാണ്, ഞാൻ അവനോട് പോയി പറയട്ടെ, ഇവിടെ സോറി ജിസയിൽ പറഞ്ഞാലേ ആദ്യം സോറി പറയുള്ളൂ. ഇത് എന്തോന്ന് നിലവാരമാണ് ഇവർ കാണിക്കുന്നത്. അങ്ങനെ ഒടുവിൽ പറഞ്ഞ് ആര്യൻ അവസാനം സോറി പറഞ്ഞു. ആര്യൻ സോറി പറഞ്ഞ് പ്രശ്നം അവിടെ തീർന്നു. അടുത്ത പ്രശ്നം നടക്കുന്നത് അതിന് മുമ്പായിട്ട് ക്യാപ്റ്റൻസി ടാസ്കിൽ നമ്മള് സീസൺ 4 കണ്ടൊരു ക്യാപ്റ്റൻസി ടാസ്ക് ഉണ്ട്. അതായത് റോബിൻ, ബ്ലെസ്ലി, പിന്നെ റിയാസ്, ഇത്രയും പേര് ചേർന്ന ഒരു ക്യാപ്റ്റൻസി ടാസ്ക് ഉണ്ടായിരുന്നു. ഈ ഒരു ക്യാപ്റ്റൻസി ടാസ്കില് എന്ത് ചെയ്തു ഇവര്, ഒരു സ്റ്റിക്കി നോട്ടില് ബിബിയുടെ സീൽ അടിച്ചിട്ട് സ്റ്റിക്കി നോട്ട് ഒട്ടിക്കുന്ന ഒരു ടാസ്ക്, ഒരു ബോഡി ടാസ്ക് ഉണ്ടാക്കിയത്. നമ്മള് സുചിത്ര ആണെങ്കിൽ അത് എന്താണ്, സുചിത്ര വാല്യുവേറ്റ് ചെയ്തിട്ട് എന്താണ് അവിടെ സുചിത്രയുടെ പേരിൽ ഭയങ്കര പ്രശ്നം ഉണ്ടായ ഒരു ടാസ്ക് ഉണ്ടായിരുന്നല്ലോ. അപ്പം അതായത് ബ്ലെസ്ലി അല്ല വിന്നർ, റോബിനാണ് വിന്നർ എന്ന് റിയാസും ജാസ്മിന് വരെ പറഞ്ഞ ഒരു ടാസ്ക് ആയിരുന്നു അത്. അപ്പൊ അതേ സെയിം ടാസ്ക് തന്നെയായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം അവര് ക്യാപ്റ്റൻ എന്നുള്ള പേരിൽ എഴുതിയിട്ട് സ്റ്റിക്കി നോട്ട് ഒട്ടിക്കണം. പക്ഷെ അവർക്ക് ഒട്ടിക്കാൻ പറ്റുന്നില്ല, കാരണം കാറ്റ് നന്നായിട്ട് അടിക്കുന്ന ഒട്ടിക്കാൻ പറ്റില്ല. അപ്പൊ മാക്സിമം ഒട്ടിച്ച് ജിഷിനായോണ്ട് ജിഷിൻ അവിടെ ക്യാപ്റ്റനായി. അങ്ങനെ ഇത് ഗ്രൂപ്പ് പിരിക്കലൊക്കെ കഴിഞ്ഞു. ഇപ്പൊ അനിമോളാണ് നമ്മുടെ കിച്ചൺ ക്യാപ്റ്റനൊക്കെ അനിമോളാണ്. അപ്പൊ തുടങ്ങിയതാണ് കിച്ചണിലെ അടി. ഇതിന് ശേഷമാണ് കിച്ചണിൽ ആ ഒരു ഫൈറ്റ് നടക്കുന്നത്. മെയിൻ തണ സംഭവം എന്താന്ന് വെച്ചാൽ, കിച്ചണിൽ ചെന്നിട്ട് നെവിൻ ഒരു മല്ലിയില എടുത്തു. അപ്പൊ മല്ലിയില എടുത്തപ്പം അനിമോളല്ലേ കിച്ചൺ ക്യാപ്റ്റൻ, അപ്പോൾ ഒരു ചെറിയ ഫണ്ണല്ല, നെവിൻ അവിടെ ഒരു കണ്ടത്തിന് വേണ്ടി എടുത്തിട്ട് അത് അനിമോള് കണ്ട് അനിമോൾ ചോദിക്കുന്നു മല്ലിയിൽ എടുക്കാൻ പറ്റില്ല നെവിന്, എന്തിനാണ് മല്ലിയിൽ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ അനിമോൾ പറയുന്നു ഇത് ഷാനവാസ് കാണുന്നു. ഷാനവാസ് എന്ത് ചെയ്തു, ഷാനവാസ് ഇനി പറയാണ് ഇവ എടുക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇനി വന്ന് മല്ലി എടുക്കുക. അപ്പൊ അത് അനിമോൾ പറയുന്നത് പറ്റില്ല, നെവിനെ അവിടെ വെക്ക് നെവിൻ. അപ്പൊ നെവിനെ എടുത്തോണ്ട് നേരെ കഴിക്കാൻ പോകുമ്പോൾ ഷാനവാസ് ഉടനെ പുറകിൽ ചെന്നിട്ട് നെവിന്റെ ആ ബൗള്, നെവിൻ പഴങ്കഞ്ഞി എന്ന് കുടിക്കുകയായിരുന്നു. അപ്പൊ നെവിന്റെ ആ ബൗൾ എടുത്ത് കൈ ഒന്ന് തട്ടി മാറ്റിയപ്പം ബൗളോട് കൂടി മാറിയിട്ട് നെവിന്റെ കപ്പ് പൊട്ടി. അപ്പൊ അവിടെയാണ് ഫൈറ്റ് തുടങ്ങുന്നത്. നമ്മുടെ പ്രൊമോയില് കണ്ട ഫൈറ്റ് അവിടെയാണ് തുടങ്ങുന്നത്. അങ്ങനെ അതിന്റെ പേരിൽ അവിടെ പൊരിഞ്ഞ ഫൈറ്റ് ആവുകയാണ്. ഫൈറ്റിനൊടുവിൽ അവിടെ ഭയങ്കര ഫൈറ്റ് ആവുന്നുണ്ട്. നെവിനും ഷാനവാസും നേരെ ഏറ്റും കൊടുത്തുകൊണ്ട് അതിന്റെ മീഡിയേറ്റർ എന്ന് അനീഷിനെ പിടിച്ച് വലിക്കുന്നുണ്ട്. അപ്പൊ ജിഷിൻ പറയുന്നുണ്ട് അനീഷ് തുടരുന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവര് പരസ്പരം പോരടിക്കുന്നുണ്ട്. എന്നിട്ട് അവിടെ ഫൈറ്റ് കഴിഞ്ഞിട്ട് പോവുകയാണ്. ഇവിടെ പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ ഷാനവാസ് ആരാ ചോദിക്കും, കിച്ചൺ ക്യാപ്റ്റൻ അല്ലേ ചോദിക്കേണ്ടെന്ന് പറയുന്നുണ്ട്. കിച്ചൺ ക്യാപ്റ്റൻ അവിടെ ചോദിച്ചു. ഇപ്പം ഇവിടെ അനുമോളിന്റെ മാത്രമേ മിസ്റ്റേക്ക് പറയുന്നത്. എന്താണെന്നോ അനുമോളെ എല്ലാവരും വിട്ടു എന്ന് തോന്നുന്നു, അനുമോളെ പേരിൽ കുറ്റം ചാത്തിപ്പെട്ടില്ല. അങ്ങനെ എന്ത് ചെയ്തു, അവിടെ ഫൈറ്റ് നടക്കുകയാണ്. ഫൈറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ആദിലയും നൂറയും ഷാനവാസ്, ഇപ്പം ആദിലയും നൂറയും കൂടെ ഷാനവാസിന്റെ ചിറകിനടിയിൽ കഴിയുന്നത്. അപ്പം അവര് പറയാണ് ഈ നെവിൻ ആള് ശരിയല്ല, നെവിൻ എന്നെ പല പ്രാവശ്യം എന്നോട് ഒരു തൊടുന്നതും പിടിക്കുന്നതും ഒക്കെ അൺകംഫർട്ടബിൾ ആയിട്ട് പല പ്രാവശ്യം എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെന്ന് ആദിലയോടും നൂറയോടും പോയിട്ട് ഷാനവാസ് പറയാണ്. നേരത്തെ അക്ബറും അപ്പാനി ഫൈറ്റ് നടക്കുമ്പം അക്ബറിന്റെ നോട്ടം ശരിയല്ല, ജിസൈലിനുള്ള നോട്ടം ശരിയില്ലെന്ന് ജിസൈലിനോട് പറഞ്ഞതുപോലെ അങ്ങനെ തന്നെ. എന്നിട്ട് അനിമോൾ ഒറ്റയ്ക്ക് കളിക്കുമ്പം അനിമോളാണ് ശരിക്കുള്ള കട്ടപ്പ എന്നും പറഞ്ഞ് അനിമോൾക്കെതിരെ നിന്നതുപോലെ. അതായത് ഷാനവാസിനെ അഗെയിൻസ്റ്റ് ആയിട്ട് ആരെങ്കിലും നിൽക്കുകയാണെങ്കിൽ മെയിൻലി ഷാനവാസിനെ പണി ഇതാണ്, അവർക്കെതിരെ ഒരു അലിഗേഷൻ ഉണ്ടാക്കുക. ഇതാണ് ഷാനവാസിന്റെ പണി. എന്നിട്ട് ലാലേട്ടൻ ചോദിക്കുമ്പോ അത് ലാലേട്ട അത് ഇങ്ങനെയാണ് എന്നും പറഞ്ഞ് ഷാനവാസ് അത് നൈസാക്കി ഊരി വിടും. ശരിക്കും പറഞ്ഞാൽ ഉള്ള കാര്യം പറയാതിരിക്കാൻ പറ്റില്ല, ഷാനവാസിനെ പറ്റി പറയാതിരിക്കാൻ പറ്റില്ല. ഷാനവാസിന് എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഷാനവാസിന് സ്വന്തമായിട്ടൊരു ഗെയിം ഇല്ല. സ്വന്തമായിട്ടൊരു ഗെയിം ഇല്ല. ഷാനവാസ് അവിടെ അനീഷ് എന്ന ഒരു വൃക്ഷത്തിന്റെ തണല് പറ്റിയാണ് ഷാനവാസ് ആ വീട്ടിൽ ജീവിക്കുന്നത്. അതായത് ഷാനവാസിന് സ്വന്തമായിട്ട് ഗെയിമേ ഇല്ല. ഷാനവാസ് സ്വന്തമായിട്ട് ഗെയിം കളിക്കാൻ പറ്റില്ല. അനീഷുമായിട്ടുള്ള ഒരു കണ്ടന്റ് കൊണ്ടും അനീഷുമായിട്ടുള്ള ഒരു കോംബോ കൊണ്ടും മാത്രമാണ് ഷാനവാസ് അവിടെ നിൽക്കുന്നത്. അല്ലാതെ ഷാനവാസിന് ഒരു കണ്ടന്റും ഇല്ല. പിന്നെ രുദ്രൻ എന്നുള്ളൊരു പേരും അത് അന്ന് നെവിൻ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. രുദ്രനൊക്കെ അങ്ങ് സീരിയലിനൊക്കെ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ആദ്യം വിചാരിച്ച ഷാനവാസ് അത്യാവശ്യം നന്നായി കളിച്ചു വരും എന്നുള്ളതാണ് വിചാരിച്ചത്. പക്ഷെ ഷാനവാസിന് സ്വന്തമായിട്ട് ഗെയിമും ഇല്ല, ഷാനവാസിന് സ്വന്തമായിട്ട് കണ്ടന്റും ഇല്ല. ആകെ അനീഷിനെ വെച്ചുള്ള കണ്ടന്റ് മാത്രമേ ഷാനവാസിനുള്ളൂ. ആൻഡ് നെവിനെ പറ്റി പറയുകയാണെങ്കിൽ, നെവിൻ ഫണ്ണി എന്റർടൈൻ മോഡൊക്കെ ഉണ്ടായെങ്കിലും നെവിൻ ഇങ്ങനെ കിച്ചണിൽ പോയിട്ട് സാധനങ്ങൾ എടുക്കുന്നൊക്കെ തെറ്റാണ്. അത് ലാലേട്ടൻ തുറന്ന് പറയണം. ഇത് ബിഗ് ബോസിനെ മടുത്തു എന്ന് പറഞ്ഞല്ലേ മോനെന്ന്
നെവിനോട് ലാലേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ചെയ്യാൻ പാടില്ല നെവിനെ എന്ന് ലാലയുടെ പലതവണ വാണിംഗ് കൊടുക്കുക. എന്നിട്ട് നെവിൻ പോയിട്ട് കിച്ചണിൽ പോയിട്ട് ചോദിക്കാതെ ഇങ്ങനെ കാര്യങ്ങൾ എടുക്കുന്നത് നെവിന്റെ ഭാഗത്തുള്ള തെറ്റ് തന്നെയാണ്. അപ്പൊ അങ്ങനെ വരുമ്പം നെവിന്റെ ഭാഗത്ത് തെറ്റാണ്. പക്ഷെ എങ്ങനെ നെവിന്റെ പുറകെ പോയിട്ട് പാത്രം തട്ടിത്തെറിപ്പിക്കേണ്ട കാര്യങ്ങളൊന്നും ഷാനവാസിന് ഇല്ല. അത് കിച്ചൺ ക്യാപ്റ്റന്റെ ഡ്യൂട്ടിയാണ്. കിച്ചൺ ക്യാപ്റ്റൻ അവിടെ പറയുന്നുണ്ട്. എന്നിട്ട് കിച്ചൺ ക്യാപ്റ്റൻ അനുമോൾ തന്നെ ഷാനവാസിനെ അഗെയിൻസ്റ്റ് നിൽക്കുന്നുണ്ട്. ഇത് ഞാനല്ലേ ചോദിക്കേണ്ടത്, നിങ്ങൾ എന്താ എന്തിനാണ് അവന്റെ പാത്രം തട്ടിത്തെറിപ്പിക്കാൻ പോയതെന്ന് അനുമോൾ വരെ ഇവിടെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു ഇത് കഴിഞ്ഞു. അവിടെ അങ്ങനെ ഫൈറ്റ്സ് എല്ലാം കഴിഞ്ഞു. ആൻഡ് എനിവേ ഇതിന് ശേഷം കിച്ചണിലെ സെക്കൻഡ് കോൺഫ്ലിക്റ്റ് സ്റ്റാർട്ട് ചെയ്തു. അതായത് ഒരടി കഴിഞ്ഞപ്പോൾ അടുത്തടി എന്ന് പറയുന്നത് ഇന്ന് ബീഫോ മട്ടനോ എന്തോ ആണ് ഉച്ചയ്ക്കുള്ളത്. അപ്പം അതെന്ത് ചെയ്ത് അത് അനുമോൾ വെച്ചോണ്ടിരിക്കുകയാണ്. അപ്പം ജിഷിൻ വന്നിട്ട് പറയാണ് ഇവിടെ എനിക്ക് നോൺ വെജ് കഴിക്കാൻ പറ്റില്ല, ഞാൻ വെജാണ്. അപ്പൊ എനിക്ക് ചോറ് വേണ്ട, ചപ്പാത്തി. അപ്പൊ ചോറിൻ്റെ കൂടെ ഞങ്ങൾ കിഴങ്ങ് കറി ഉണ്ടാക്കുന്നുണ്ട് ജിഷിൻ ചേട്ടൻ അനുമോള് പറയുന്നുണ്ട്. അപ്പൊ കിഴങ്ങ് കറി ചപ്പാത്തിയിലൂടെ കഴിക്കാം, അങ്ങനെ ചപ്പാത്തി വേണം. അപ്പം റെന ഇതിനെ അഗെയിൻസ്റ്റ് അവിടെ നിൽക്കുന്നുണ്ട്. റെന പറയുന്നുണ്ട് എനിക്ക് അങ്ങനെ ചപ്പാത്തി വെക്കണമെങ്കിൽ എനിക്കും ചപ്പാത്തി വേണമെന്ന് റെന പറയുന്നുണ്ട്. ഞാനും ഇന്ന് വെജാണ്, എനിക്ക് ചപ്പാത്തി ഉണ്ടെന്ന് റെന പറയുന്നുണ്ട്. റെനയും അവിടെ ഇത് റെനയ്ക്ക് പിന്നെ കിച്ചണിൽ കയറി അറിയാലോ, കുറച്ച് കണ്ടന്റ് ഉണ്ടാക്കിയാലേ റെന അവിടെ നിന്ന് ഇറങ്ങുള്ളൂ. അങ്ങനെ റെന എന്ത് ചെയ്തു, റെനയും ഇത് കുറെ നാളില്ലേ ഇപ്പൊ വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ റെന എന്ത് ചെയ്തു, റെന പോയിട്ട് അവിടെ ഫൈറ്റ് ഉണ്ടാവുന്നു, ജിഷിനുമായിട്ട് ഫൈറ്റ് ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ എനിക്ക് ചപ്പാത്തി വേണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇതിന്റെ പേരിൽ അവിടെ ഇതുണ്ടാവുന്നുണ്ട്. ഒരു റെനയും ജിഷിനും തമ്മിലൊരു ഫൈറ്റ് ഉണ്ടാവുന്നുണ്ട്. ഞങ്ങൾ വെച്ചിരുന്ന ഒരു കിച്ചൺ ക്യാപ്റ്റൻ പറഞ്ഞിട്ട് ഒരു നടക്കുന്നില്ല. അങ്ങനെ അവിടെ അതിന്റെ പേരിൽ ഒരു വലിയ ഫൈറ്റ് ആണ്. ഗോതമ്പ് തൂടിയിൽ തട്ടിത്തെറിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതിൽ തട്ടിത്തെറിപ്പിക്കാൻ അക്ബറൊക്കെ വന്ന് പറയുന്നുണ്ട്. ഇതിനിടയ്ക്ക് ബിന്നിയിലുണ്ടായിരുന്ന ആ ബീഫിന്റെ പീസ് എടുത്ത് റെനയ്ക്ക് വായിൽ വെച്ച് കഴിക്കാൻ കൊടുക്കുന്നുണ്ട്. അപ്പൊ അത് ബിന്നിയുടെ ഷെയർ അല്ലേ എന്നും പറഞ്ഞിട്ട് റെനയ്ക്ക് നോൺ വെജ് വേറെ വേണം, വെജ് വേറെ വേണമെന്ന് റെന പറയുന്നുണ്ട്. അപ്പൊ ഇതിന്റെ പേരിൽ അവിടെ ഒരു ഫൈറ്റ് നടന്നു. അങ്ങനെ ഫൈറ്റ് നടന്നു. ഒടുവില് എന്തൊക്കെയോ ചപ്പാത്തിയുടെ വേലൊക്കെ പറഞ്ഞ് അത് അങ്ങനെ അവിടെ നിന്ന് തീർന്നു. എൻ്റെ അമ്മോ. അങ്ങനെ അതിനുശേഷം എന്ത് ചെയ്തു, നമ്മുടെ നോമിനേഷൻ വരികയാണ്. അപ്പം നോമിനേഷനിൽ ഇപ്രാവശ്യം ഡിഫറെന്റ് നോമിനേഷനാണ്. 8 പേർക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് നോമിനേഷനും ഡയറക്ട്ലി ഓപ്പൺ നോമിനേഷനും. ഇതിൽ ഒരാള് ബാക്കിയുള്ളവര് കൺഫ്യൂഷൻ റൂമിൽ പോയിട്ടുള്ള നോമിനേഷനാണ്. അപ്പം ഇവിടെ ഓപ്പൺ നോമിനേഷൻ ചെയ്യുന്നത് ജിഷിനുണ്ട്, അനുമോള്, ഷാനവാസ്, ആതിര, അക്ബർ, ബിന്നി, നെവിൻ, അഭിലാഷ്. ഈ 8 പേരാണ് നോമിനേറ്റ് ചെയ്യുന്നത്. ആൻഡ് അതിനുശേഷം ബാക്കിയുള്ളവരെല്ലാം അങ്ങനത്തെ കൺഫെഷൻ റൂമിൽ പോയിട്ടാണ് നോമിനേറ്റ് ചെയ്യുന്നത്. അനീഷിന് നോമിനേറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ അനീഷ് പറയാണ് എനിക്കിവിടെ നിൽക്കാൻ താല്പര്യമില്ല, ഞാൻ നോമിനേറ്റ് ചെയ്യുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് അനീഷ് പോവാണ്. അപ്പൊ എല്ലാവരും സമ്മതിച്ചു. അപ്പൊ ഞാൻ പോവാണ് പറഞ്ഞപ്പോൾ അനീഷ് മാറി നിന്നു. ഇപ്പം ബിഗ് ബോസ് അനൗൺസ് ചെയ്തു അനീഷും വീട്ടിലൊരു കുടുംബാംഗം തന്നെയല്ലേ, അപ്പൊ ഇതിൽ പങ്കെടുക്കണം എന്ന് പറഞ്ഞ് അനീഷിനെ പിടിച്ചിരുത്തുകയാണ്. അങ്ങനെ എന്ത് ചെയ്തു, അനീഷ് അവിടെ വന്നിരിക്കുകയാണ്. ആൻഡ് എനിക്ക് പറയാനുള്ള ഞാൻ അവിടെ നോക്കി പറഞ്ഞു വാച കഴിച്ചിട്ട് അനീഷ് വന്നവിടെ ഇരിക്കുകയാണ്. ഇതിനിടയ്ക്ക് ആര്യനും റെനയും തമ്മിലുള്ള കാര്യം നടക്കുമ്പോൾ അനീഷ് വൃത്തിക്കൂട്ട് ആര്യം പോയിട്ട് അനീഷിന്റെ അടുത്ത് പറയുന്നുണ്ട് ഇങ്ങനെ ഒരു കാര്യം ഞാൻ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കും എന്ന് റെന എന്നോട് പറഞ്ഞു. അപ്പൊ അനീഷോട് റെനയോട് ചോദിക്കുമ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല ചേട്ടാ, പ്രോമിസ് ചെയ്ത് കൊടുക്കുമ്പോൾ ആര്യം നാക്കെടുത്ത കള്ളം മാത്രമേ പൊളി. അത് ആര്യന്റെ ഒരു കള്ളത്തരമായിരുന്നു, റെന അങ്ങനെ പറഞ്ഞിട്ടില്ല. ആര്യന്റെ ഒരു കള്ളത്തരമായിരുന്നു, അത് പൊളിച്ചു വിട്ടു. അത് എന്താണ്, നീ നാക്കെടുത്ത കള്ളം മാത്രമേ പറയുള്ളൂ. ഉള്ള കാര്യമാണ്, ആര്യം നാക്കെടുത്ത കള്ളം മാത്രമേ പറയുള്ളൂ. സത്യം പറഞ്ഞാൽ ഞാൻ കണ്ടിട്ടില്ല. ആൻഡ് അതിനുശേഷം അപ്പം ഈ നോമിനേഷൻ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്തു. ഇവരെല്ലാരും വന്നിട്ട് നോമിനേറ്റ് ചെയ്യുകയാണ്. നൂറയ്ക്ക് ഡയറക്റ്റ് നോമിനേഷൻ പവറും അതുപോലെ നോമിനേഷൻ ഫ്രീ പവറും ഇല്ല. അങ്ങനെ നൂറ എന്ത് ചെയ്തു, നൂറ ഡയറക്റ്റ്ലി നോമിനേറ്റഡ് ആണ്. ജിഷിനെ നോമിനേറ്റ് ചെയ്യാൻ പറ്റില്ല. ആസ് എ ക്യാപ്റ്റൻ ജിഷിനെ നോമിനേറ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ജിഷിൻ 2 ആഴ്ച സേവ്ഡ് ആയി. ജിഷിൻ 3 ആഴ്ച ഇതുവരെ നോമിനേഷൻ ജിഷിൻ വന്നിട്ടില്ല. ഫസ്റ്റ് വന്ന വീക്കിൽ സേവായി. അതുപോലെ ആയിട്ട് എല്ലാവരും കൂടെ കഥ പറയാൻ ടാസ്കിൽ കഴിഞ്ഞ ആഴ്ച സേവ് ആക്കി. ഈ ആഴ്ച ക്യാപ്റ്റനായിട്ട് സേവ് ആയി. ജിഷിൻ 3 ആഴ്ച അങ്ങനെ സേവ് ആയി നിൽക്കുക. 50ാമത്തെ എപ്പിസോഡിലേക്ക് കടന്നു. വെരി ഗുഡ്. അങ്ങനെ അങ്ങനെ നോമിനേഷൻ സ്റ്റാർട്ട് ചെയ്തു. ഇതില് എടുത്തു പറയുന്ന നോമിനേഷൻ ഷാനവാസ്, അഭിലാഷ്, നെവിൻ. ഇതിൽ ഷാനവാസ് നോമിനേറ്റ് ആൻഡ് ആദില ഓൾസോ. ഷാനവാസും ആദിലും നോമിനേറ്റ് ചെയ്യുന്നത് നെവിനെയാണ്. അത് ഒരു നോമിനേഷനിലുള്ള നെവിനാണ്. കാരണം ഇവിടെ ആദില പറയുന്നത് ഷാനവാസ് പറഞ്ഞ കാര്യമാണ്. അതായത് ആദില പറയുന്നത് നെവിന്റെ സെക്ഷുവാലിറ്റി ഇതുവരെ പുറത്ത് പറഞ്ഞിട്ടില്ല. അപ്പൊ അങ്ങനെ പറയാത്തൊരു വ്യക്തി നെവിൻ എല്ലാവരും ഓപ്പൺ ആയിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്. പക്ഷെ ഇങ്ങനെ ഷാനവാസിനെ മോശമായിട്ട് അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ബിഹേവിയർ കാണിച്ചു, മോശമായിട്ട് പെരുമാറി എന്ന് അതിലെ പറഞ്ഞാണ് നോമിനേറ്റ് ചെയ്യുന്നത്.
ആൻഡ് ഇതിന് ശേഷം ഷാനവാസ് വന്നിട്ട് വലിയൊരു ആരോപണം ഉന്നയിക്കുകയാണ്, അലിഗേഷൻ ഉന്നയിക്കുകയാണ്. അതായത് നെവിൻ എന്നെ ഇങ്ങനെ ചെയ്തു, എന്നെ കൂടെ കിടക്കാൻ നേരത്ത് ഇതുപോലെ എന്നെ ചെയ്തിട്ടുണ്ട്, അപമര്യാദയായിട്ട് എന്നോട് ഇങ്ങനെ തൊടയും പിടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് നെവിൻ എന്ത് ചെയ്യാണ്, നെവിൻ അഗെയിൻസ്റ്റ് ആയിട്ട് ഷാനവാസ് എന്ന് പറയാണ്. അപ്പൊ ഞാൻ ഒരു കാര്യം ചെയ്യില്ല, ഷാനവാസ് ഇപ്പോഴാണ് വാ തുറന്നത്. ഷാനവാസ് എന്ന് പറയുന്ന ഒരു ആണല്ലേ, ഒരു മസിൽ പവറൊക്കെ ഉള്ള ഒരു ആണല്ലേ. ഷാനവാസ് അപ്പൊ തന്നെ വെരട്ടി അങ്ങ് നിർത്താറുണ്ട്. ഇത് ആക്ച്വലി ഈ ഒരു ആരോപണം എന്ന് പറഞ്ഞാൽ ഷാനവാസിന്റെ ഗെയിമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഷാനവാസിന്റെ അഗെയിൻസ്റ്റ് ആണ് നിൽക്കുന്ന ആരാണോ അവർക്കെതിരെ ഇങ്ങനെ ഒരു അലിഗേഷൻ ഉണ്ടാക്കുക, ഒരു കാര്യം പറയാം. അതാണ് ഷാനവാസിന്റെ ഗെയിം എന്ന് പറയുന്നത്. അങ്ങനെ ഇത് പറഞ്ഞതിന് ശേഷം പിന്നീട് അഭിലാഷ് വന്ന് പറയുന്നുണ്ട് ഇത് ഷാനവാസിന്റെ ഗെയിമാണെന്ന് പറഞ്ഞ് ഷാനവാസിനെ പൊളിച്ചു വിടുന്നുണ്ട്. ഒരാൾ അവിടെ നടന്നൊരു കാര്യത്തിന് ഒരു പയ്യനെതിരെ ഇങ്ങനെ ഒരു വിശ്വസിക്കാൻ പറ്റാത്ത അലിഗേഷൻ ഒരു കാര്യം പറയുന്നത് വളരെ എങ്കിൽ അത് പറയണമായിരുന്നു, അത് ആ പയ്യന്റെ ജീവിതത്തെ തകർക്കാൻ വേണ്ടി ചെയ്യുന്നതാണെന്നും പറഞ്ഞ് അഭിലാഷ് അത് പൊട്ടിച്ചു വിടുന്നുണ്ട്. അങ്ങനെയാണ് അഭിലാഷ് പൊട്ടിച്ചു വിടുകയാണ് ചെയ്യുന്നത്. ഷാനവാസിന്റെ നോമിനേഷൻ പൊട്ടിച്ചു വിടുകയാണ് ചെയ്യുന്നത്. പിന്നെ അഭിലാഷ് ജിസയിലെ നോമിനേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ ക്യാപ്റ്റൻ ആയിരുന്നപ്പം ഞാൻ വിശ്വസിപ്പിച്ച ടോയ്ലറ്റിനെ കോളമാക്കി നാശമാക്കി വെച്ച് ജിസയിലാണ് എന്നും പറഞ്ഞിട്ട് ജിസയിലെ നോമിനേറ്റ് ചെയ്യുന്നുണ്ട് അഭിലാഷ്. അങ്ങനെ നെവിൻ വന്നിട്ട് പറയുന്നുണ്ട് ഒരു അച്ഛൻ മകനെ ടച്ച് ചെയ്യുന്നത് പോലും ബാഡ് ആണെന്ന് അയാൾ പറയും എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റിലൂടെയാണ് ഷാനവാസിനെ നെവിൻ നോമിനേറ്റ് ചെയ്യുന്നത്. അങ്ങനെ നോമിനേഷനിൽ വന്നവർ ഇതിൽ സാബുമാനെ ഒരുപാട് പേര് നോമിനേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. സാബുമാനാണ് കുറച്ച് കൂടുതൽ, സാബുമാനും റെനയ്ക്ക് ലക്ഷ്മിക്കാണ് കൂടുതൽ നോമിനേഷൻ കിട്ടിയത്. അങ്ങനെ നോമിനേഷൻ ലിസ്റ്റിൽ വന്നത് ഒന്ന് നമ്മുടെ നൂറ ഡയറക്റ്റ് നോമിനേഷൻ, ബിന്നി, ആര്യൻ, ആദില, പിന്നെ ഷാനവാസ്, നെവിൻ, സാബുമാൻ, റെന, ലക്ഷ്മി, ഇത്രയും പേരാണ് നോമിനേഷനിൽ വന്നത്. ഗിസേല്, അനീഷ്, നമ്മളെ ഇവരൊന്നും അനുമോള് ഇവരാരും നോമിനേഷനിൽ വന്നിട്ടില്ല. അങ്ങനെ അവരൊക്കെ സേവായി. ആൻഡ് അതിനുശേഷം നെവിൻ എന്ത് ചെയ്തു, നെവിൻ അത് ഭയങ്കരമായിട്ട് ഹേർട്ടായി. നെവിൻ പറയുന്നുണ്ട് ഇങ്ങനെ ഒരു ഇതൊരു കാര്യത്തിൽ നെവിൻ അവിടെ പോയിട്ട് നമ്മുടെ വാഷ്റൂമിൽ പോയിട്ട് കരയുന്നൊക്കെ ഉണ്ട്. നെവിൻ അത് ഹേർട്ടായി, ആർക്കായാലും ഹേർട്ടാവും സീരിയസ്ലി. കാരണം ഇങ്ങനെ ഒരു മിസ്ബിഹേവ് ചെയ്തു, അങ്ങനെ ഒരു ആരോപണം വരുമ്പോൾ ആർക്കായാലും അത് ഹേർട്ടാവും. അപ്പം ഒനിയിൽ ഹേർട്ടായതുപോലെ നെവിനോടെ കരയുന്നുണ്ട്. പക്ഷെ ജിഷിൻ പറയുന്നത് അതല്ല നെവിന്റെ അഭിനയമാണെന്നാണ് ജിഷിൻ പറയുന്നത്. നെവിൻ ഒരു നല്ല ആർട്ടിസ്റ്റ് ആണെന്ന് ജിഷിൻ അവിടെ പറയുന്നുണ്ട്. അപ്പം അവരെ വിശ്വസിക്കാൻ പറ്റില്ല ജിഷിൻ അവിടെ പറയുന്നുണ്ട്. ഇതിനുശേഷം ആര്യന് റെനയും ഇതിന്റെ പേരിൽ പിന്നെയും അവിടെ ഫൈറ്റ് ആവുകയാണ്. പിന്നെയും ഫൈറ്റ് ആവുന്നുണ്ട്. റെന പിന്നെയും കരയുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നുണ്ട്. ഇങ്ങനെ പറയാൻ എനിക്ക് താല്പര്യമില്ല, അതുകൊണ്ട് പറയുന്നില്ല. പിന്നെ ആര്യനെ പറ്റിയിട്ട് എല്ലാവരും അവിടെ സംസാരിക്കുന്നുണ്ട്. ബിന്നി, ജിസയിലും ലക്ഷ്മിയും, പിന്നെ അതുപോലെ തന്നെ ബിന്നിയും അഭിലാഷും ഒനിയും ഇവര് തമ്മിൽ സംസാരിക്കുന്നത്. ഇവരെല്ലാം പറയുന്ന ഒരു ഒറ്റ കാര്യമാണ്, ആര്യൻ ഇമ്മച്ചുവേർഡ് ആണ്, ആര്യന് ബിഹേവ് ചെയ്യാൻ അറിയില്ല എന്നുള്ള കാര്യം തന്നെയാണ് ഇവർ സംസാരിക്കുന്നത്. ജിസയിൽ ഇവര് അത് തന്നെയാണ് സംസാരിക്കുന്നത്. അവന് പല പെരുമാറ്റങ്ങളും ശരിയല്ല എന്ന് ഇവര് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ അവിടെയാണ് പിന്നെ ലാസ്റ്റ് ജിഷിനും നമ്മുടെ ലക്ഷ്മിയും പോയിട്ട് എന്തോ ജിഷിനല്ല അഭിലാഷും ലക്ഷ്മിയും പോയിട്ട് സംസാരിക്കണം. ലക്ഷ്മി അങ്ങ് അണഞ്ഞു പോയി. ലക്ഷ്മി ആ ഒരു ശൗര്യമൊക്കെ ലക്ഷ്മിക്ക് പോയി. മസ്താനി പോയതോടെ ലക്ഷ്മി നല്ലപോലെ പേടിച്ചതിനാണ് ലക്ഷ്മി ഇപ്പോഴും അവിടെ നിൽക്കുന്നത്. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞു കിട്ടി. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ പോയ ബിഗ് ബോസിന്റെ ഇത് എവിടം വരെ പോകുന്ന അറിയില്ല. കാരണം ഇങ്ങനെ ഉണ്ട് ഓരോരോ അലിഗേഷൻസ് ഇങ്ങനെ പറയുന്നതിൽ എന്ത് യുക്തിയാണോ എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു ഗെയിം മൈൻഡ് വേണ്ടേ അവർക്ക്? ഇത് അതും ഇല്ല. ഗെയിം ഇവിടെ ആരും ഗെയിം കളിക്കുന്നില്ല, അതാണ് മെയിൻ. ഇങ്ങനെ അലിഗേഷൻസ് ഉണ്ടാക്കി വെക്കുകയാണ്, എന്നിട്ട് അതിനെ ഗെയിം എന്നും പറയാണ്. ഇത് ഇറ്റ്സ് നോട്ട് ഗെയിം, ഇത് ഗെയിം അല്ല. ഇതൊന്നും ഗെയിം അല്ല. എന്തോ ആണ് ഇത്. ഇപ്പൊ അനീഷ് മാത്രം ഓരോ കാര്യങ്ങൾ കൃത്യമായിട്ട് പറയുന്നു, വേറെ ആരും ഒരു ഗെയിമും ഇല്ല. ബാക്കി എല്ലാരും പിടിക്കുന്ന അനുമോളെ പിടിച്ചാണ് ഇപ്പൊ അനുമോളെ വിട്ടെന്ന് തോന്നുന്നു. അനുമോളെ വിട്ട സന്തോഷം, ഇല്ലെങ്കിൽ അനുമോളെ പിന്നെയും പിടിച്ചോണ്ടിരുന്നാൽ പിന്നെ അവന്മാരെ വിറ്റേ പോവേ ഉള്ളൂ. അമ്മോ, ഒരു ഇങ്ങനെ ഒരു സീസൺ ആദ്യമായിട്ടാ. അത് ഇന്നത്തെ ഒരു എപ്പിസോഡ് എന്ന് വെച്ചാൽ ഒരു അലിഗേഷൻ കഴിഞ്ഞപ്പോ അടുത്ത അലിഗേഷൻസ്, ക്യാരക്ടർ അസാസിനേഷൻ ഒക്കെ എന്തോന്നാണിത്. എനിവേ നാളെ മുതൽ ഹോട്ടൽ ടാസ്ക് സ്റ്റാർട്ട് ചെയ്യാണ്. ഹോട്ടൽ ടാസ്കില് ഇപ്രാവശ്യം വരുന്നത് നമ്മുടെ പേരെന്താ, ഹോട്ടൽ ടാസ്കിൽ ഇപ്രാവശ്യം വരുന്നത് നമ്മുടെ ശോഭ വിശ്വനാഥ്, ഷിയാസ് കരീം, റിയാസ് ഉണ്ടെന്ന് കേൾക്കുന്നുണ്ട്.
ഉള്ളതാണോന്ന് അറിയില്ല. നമുക്ക് നാളെ നോക്കാം ആരൊക്കെയാണ് ബിഗ് ബോസ് ഹൗസിൽ ഗസ്റ്റ് ആയിട്ട് വരുന്നത്. പക്ഷെ ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ എനിക്ക് അതിനോട് ഇവർ പുറത്തുനിന്ന് ഗസ്റ്റ് വന്നിട്ടുള്ള ഹോട്ടൽ ടാസ്കിനോട് എനിക്ക് താല്പര്യമില്ല. അത് ചലഞ്ചേഴ്സ് ആയിട്ട് അവർക്ക് ഗെയിം കളിക്കാൻ പറ്റുന്ന രീതിയിൽ വരികയാണെങ്കിൽ, അതായത് സീസൺ 5 രജിത് സാറ് കളിച്ചതുപോലത്തെ ഒരു ഗെയിം കളിക്കുകയാണെങ്കിൽ, ഗസ്റ്റ് ആയിട്ട് വന്നിട്ട് ഒരു ഗെയിം കളിച്ചല്ലോ, അതുപോലൊരു ഗെയിം കളിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും ഫീൽ ചെയ്യും. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് നാളത്തെ ഹോട്ടൽ ടാസ്കിൽ. ചലഞ്ചേഴ്സ് ഗെയിം കളിക്കോ നോക്കാം, അതാണ് നമുക്ക് എന്തായാലും നടക്കാൻ പോകുന്നത് നോക്കാം. സോ താങ്ക് യു ഓൾ. വീഡിയോ ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുന്നു, വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുന്നു, സപ്പോർട്ട് ചെയ്ത് തരിക. താങ്ക് യു.